ഹായ് ഹായ്, മേലെ കയറിയിരിക്കല്ലേ? മുണ്ടിലെ കഴുക്കാവില്ലേ? ഒരാൾ വന്നങ്ങോട്ട് ഓടി വന്ന് മേലെ ഇരിക്കുക. കുട്ടിയെ കളത്തിനോടത്ത് വന്നിരുന്ന് മുണ്ടിൽ അഴുക്കാവണ്ട പറയാ. ഒരു സ്ഥലം വരെ പോവാനുള്ളതല്ലേ. എന്തിനാ അങ്ങനെ കേറിയിരുന്നത്? അഴുക്കാവത്തില്ലേ? മിഠായി ഒന്നും മേടിച്ചിട്ടില്ല, മിഠായി ഒന്നും വാങ്ങിയിട്ടില്ല. അമ്മാവൻ എന്തൊരു വല്ലായ്മ പോലെ. എന്തായാലും വല്ലായ്മ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതൊക്കെ വിധിയാണ്, അത് അതുപോലെ നടക്കുക. ഒന്നും പരിഹരിക്കാൻ പറ്റില്ല. കാപ്പി എടുക്കട്ടെ? വേണ്ട. ഇതെന്തൊരു പാട്. ഞാനിവിടെ എവിടെയോ കണ്ടെന്നുള്ളത് എനിക്കറിയാലോ. അതെങ്ങനെ പറയണവർക്കങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. പറയുന്നവർക്ക് ഒന്നും നോക്കാനില്ല. ഇവിടെ ഒരു സാധനം ഇരിക്കണത് എങ്ങനെയുണ്ട് ഇപ്പോൾ? ഒന്നും നോക്കൂല, ചാടിക്കയറി അങ്ങ് പറയാണ് പുതിയത് വാങ്ങണം, ആ ബൾബ് ഫീസായി, ഈ ബൾബ് ഫീസായി. പൈസയുടെ വില അറിഞ്ഞൂടല്ലോ. വേണ്ട, ബൾബ് ഇവിടെ ഇരുന്നിട്ടാണ് വേറെ ബൾബ് വാങ്ങണം, ബാത്റൂമിൽ ഫീസായി എന്ന് പറഞ്ഞത്. ആ ഫ്യൂസായ ബൾബ് കവറിലിട്ട് വെച്ചതാണ്. പിന്നെ ഫീസായതിനടുത്ത് ഈ കവറിനകത്തിട്ട് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? രാവിലെ ഒന്നുമില്ല, ഫീസാവണ കാര്യം പറയണേ. ബൾബ് പോലെ തന്നെ മനുഷ്യനും പെട്ടെന്ന് ഫീസായി പൊയ്ക്കൊണ്ടിരിക്കുക ആൾക്കാരൊക്കെ. അതെ, ഫീസാവണ വരെ നന്നായി സൂക്ഷിച്ചാ കുറെ കാലം നിൽക്കും, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഫീസാവും. എവിടെ തക്കളി മോളെ? എവിടെ? അവിടെ അകത്ത്. തക്കളിയായി അപ്പൊ വിളിക്കണേ. ഇത് വന്നാ വേണ്ട വേണ്ട. അതിപ്പോ തന്നെ രണ്ടും പൊട്ടിച്ച് തിന്നോണം. ഇത് കഴിഞ്ഞ് തിന്നാലും പോരെ. ഇപ്പൊ അല്ലേ നീ ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ചാ? എന്ത് ചോദിച്ചോണ്ട് മുട്ടായി തന്നെ പറ്റിയ വരുവോ അമ്മ? ഒരു കാര്യം, മുട്ടായി ഇവിടെ ഒന്നും തിന്നാൻ പറ്റൂല. തിന്നു കഴിഞ്ഞാൽ നീ എപ്പോഴും പേപ്പർ ഇവിടെ തന്നെ ഇടും. മാത്രമല്ല മുട്ടായിയുടെ പൊടി ഇവിടെ വീണ് ഉറുമ്പ് കയറും. വെളിയിൽ കൊണ്ട് കഴിക്കും. പോ വെളിയിൽ പോ. കാടി വേണം. വളർന്നു വരുന്ന ഒരു കാര്യത്തിന് ശ്രദ്ധയില്ലെന്നേ. എന്തൊരു ക്ഷീണം അമ്മാവന്. ഒന്നുമില്ല, അല്ലെങ്കിലേ വയ്യാവേലി. അതിന്റെ പുറമെ വീണ്ടും ഓരോന്നെടുത്ത് തലയിൽ കയറ്റി വെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ല, ഞാൻ തന്നെയാണ് അതിനെ മുട്ടുന്നത്. അപ്പൊ പിന്നെ ഞാൻ അനുഭവിക്കന്നെ. എന്തേ? ഒന്നുമില്ല, അഴയ കിടക്കണ പാമ്പിനെടുത്ത് തോളിലിട്ടു എന്ന് പറഞ്ഞ പോലെ ആയിന്ന്. അല്ല, ചിലര് പറഞ്ഞാൽ കേൾക്കണം. അതേത് പൊട്ടം പറഞ്ഞാലും കേൾക്കണം. അത് കേട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. തുണി ചായ എടുക്കട്ടെ? പിന്നെ കാലത്തൊന്നും കഴിച്ചിട്ടില്ല. ഉപ്പുമാവുണ്ട്. ആയിക്കോട്ടെ. അല്ല, അപ്പുറത്ത് കയറിയില്ലേ? അവിടെയൊക്കെ കയറി. അവിടെ ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ലടാ. പുതിയ കുട്ടികളൊക്കെ അല്ലേ, അവരെ നോക്കാനേ സമയമുള്ളൂ. പിന്നെ ബാക്കിയുള്ളവർക്ക് ചായയൊക്കെ തരാൻ ആയിരിക്കാം സമയം. ചായയില് മധുരമിട്ട് കുടിക്കാറുണ്ടോ എപ്പോഴും? എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല, മധുരമൊക്കെ ഇട്ട് കുടിക്കാം. ഒരു സാധനം തരട്ടെ? മുട്ടായി വേണോ? ഇതെവിടുന്ന തക്കളി മുള മിഠായി? അപ്പൂപ്പ കൊണ്ടുവന്നത് അവിടെ വന്നപ്പോ. അമ്മാവനാ? അത് കൊടുക്കവക്ക്. കൊടുത്തേക്ക് മോളെ. വരയ്ക്കാനുള്ള പേന വേറെ പേന ചേച്ചി തരാം. ചേച്ചി വേറെ പേന തരാടാ. ഇത് കൊടുത്തേക്ക്. ഇത് വരയ്ക്കണ പേനയല്ലേ? എന്നെ ചക്കോല് വേറെ പേന തരാം. ചേച്ചി ചേച്ചി വേറെ തരാം. വരയ്ക്കണ പേന. അവളുടെ പേനത്തിനാ നീ എടുക്കണേ? വേറെ ആളുടെ സാധനം എടുക്കരുത് കേട്ടാ.
ആ അവള് പേന എഴുതുന്ന പ്രായല്ലേ, വെറുതെ ആവശ്യമില്ലാത്ത കളിക്കാൻ നിൽക്കല്ലേ. പോണത് അനക്ക് പഠിക്കല്ലേ, എല്ലാ നേരം അവളുടെ കൂടെ കളിക്കേണ്ട, അകത്ത് പോയി പഠിക്കും. പോണത് അമ്മ ഇപ്പൊ വരാവേ. അത് ഈ പേന ചേച്ചി വരയ്ക്കണ പേനയുണ്ടല്ലേ, മോൾക്ക് വേറെ പേന കളിക്കും. നാത്തൂനകത്തുണ്ടോ? നാത്തൂനെ നാത്തൂനെ ഓ ഇങ്ങോട്ട് വന്നേ. എന്നിട്ട് നമ്മുടെ ഇലക്ഷൻ പ്രചരണം വരാൻ പോണ ഒരു പുതിയ പാട്ട് ചെയ്ത് കേൾക്കണം. ഓ വേണ്ട. അല്ല, നമ്മുടെ പാർട്ടിയുടെ പുതിയ സംഭവം കേൾക്കുന്ന ചെറുതി കേൾക്കുന്നു. ഈ അമ്മാവന് എന്താ പറ്റിയത് നാത്തൂനെ? അമ്മാവനൊരു കുഴപ്പമില്ലല്ലോ. നിങ്ങൾ എല്ലാരും കൂടെ സമ്മതിച്ചിട്ടല്ലേ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നല്ല മോളെയോ? ആ. അതിനിപ്പോ എന്താ കുഴപ്പമുണ്ടായി? അമ്മാവന്റെ മടിയിലോട്ട് ആ കുഞ്ഞൊന്ന് ചാടിക്കേറി ഇരുന്നെന്ന് പറഞ്ഞിട്ട് എന്തൊരു ഒച്ചയായിരുന്നു, മുണ്ടൊക്കെ അഴുക്കാവോന്ന് പറഞ്ഞ് ഞാൻ അതും കേട്ടോണ്ടാ പുറത്തോട്ട് വന്നത്. ഇതിനിപ്പോ അതിനാണ് എത്ര മാത്രം വിഷമിക്കണം. അത് ചിലപ്പോ അഴുക്കാവൂന്ന് വിചാരിച്ചിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ടാവോ. അതിനെന്താ കുഴപ്പം? അമ്മാവനല്ലേ. ഒരു മിഠായി അങ്ങാണ്ട് ചോദിച്ചപ്പോ മിഠായി ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് തക്കളിക്ക് കൊടുത്താ മിഠായി. തക്കളി കൊടുത്ത അത് ഓർത്തിട്ടുണ്ടാവൂലായിരിക്കും എന്നാ മിഠായിയുടെ കാര്യം. ഓർക്കാനിട്ടൊന്നുമല്ല, ഇപ്പൊ പോയപ്പോഴാണെങ്കിലും അവളുടെ കയ്യിൽ ഒരു പേനായിരുന്നു, അത് പിടിച്ചു വലിച്ചു മേടിച്ച് തക്കളിക്ക് കൊടുത്തിട്ട് പോയി. എന്നിട്ട് എന്തോ പിറുപിറുത്തോണ്ട് പോകുന്നു. നീ എന്തൊക്കെ പറയണത് ജമന്തി? എന്തിനാ ഇത് നോക്കി എന്തിനാ അങ്ങനെ ഒരു വേർ വ്യത്യാസം കാണിക്കണത്? അവള് നമ്മുടെ കുഞ്ഞു തന്നെയല്ലേ. എന്റെ പൊന്നു മോളെ, നല്ല മോള് പെൻസിലും കൊണ്ടല്ലേ എഴുതണത്, പേന വെച്ച് എഴുതാറായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതായിരിക്കും അമ്മാവൻ. നിനക്ക് എന്താ മനോരോഗാട്ടാ? അമ്മാവൻ ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടുണ്ടോ നാത്തൂനെ? എന്ത് സ്നേഹമാണ് അവളോട്. അത് തന്നെ പറഞ്ഞ, ആ കുഞ്ഞിനോട് എന്തിനാ അമ്മാവൻ ദേഷ്യം കാണിക്കണേ? അതാണ് എനിക്കും ഞാനും ഇങ്ങനെ പറയണത്. എടി നിനക്ക് തോന്നണത് അടി കൊച്ചെ, അല്ലാതെ അമ്മാവൻ അങ്ങനെ ഒന്നുമില്ല. കേട്ടോ എനിക്ക് തോന്നിയൊന്നുമല്ല, എന്ന് പറയണ പോലെ അല്ല അമ്മാവൻ വന്നത്. വേറെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിട്ട് അമ്മാവൻ അതൊന്നുമല്ല. നീ പോയിക്കാ, പോവാൻ നോക്കിക്കേ. പിന്നെ തിരിച്ചുവേദം കാണിക്കണ. പിന്നെ എന്തോരം വലിയ അമ്മാവന് ഒരു കുഴപ്പമില്ല. അമ്മാവൻ ഇവിടെ വന്ന് ചായയും കുടിച്ച് നല്ല സന്തോഷമായിട്ട് ഇറങ്ങിയത്. ചായയും കുടിച്ചാ? ഓ, ഞാൻ അവിടെ ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ചായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇവിടെ ഒന്ന് ചായയും കുടിച്ചല്ലേ? അതാ ഞാൻ പറഞ്ഞത് എന്തോ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ആ സാധനം എടുത്ത് കളഞ്ഞ ആദ്യം. കലക്കി സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ പാട്ട് പോകാൻ പാട്ടല്ലടി, അമ്മാവന്റെ പ്രകടനം. എങ്ങനെ? അമ്മാവനെങ്കിലും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയല്ലോ കർത്താവേ, എനിക്ക് സന്തോഷമായി. എന്ത് അത് ന്യൂസ് പിടിക്കണമെങ്കിൽ ഇത് ചെവിട്ടിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നേരെ അങ്ങ് കേട്ടാ പോരെ. അല്ല, ഈ പറയണ ആളെ ഇനി എന്തെങ്കിലും ഞാൻ കേട്ടോണ്ടിരിക്കണെന്ന് പറഞ്ഞ് പറയണതിന്റെ അളവ് കുറയ്ക്കണ്ട. ഇപ്പൊ കൃത്യമായിട്ടെല്ലാം പറഞ്ഞല്ലോ. എടേ, ഇതൊക്കെ ഞാൻ വരും കാര്യം നേരത്തെ പറഞ്ഞു. അമ്മാവന് ഇപ്പൊ ബോധ്യമായല്ലോ. എനിക്ക് അതിലടുത്തൊന്ന് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ വരട്ടെ. ഇത് കർത്താവ് എൻ്റെ കൂടെയാണെന്നുള്ളതിൻ്റെ തെളിവാണ്. ഇപ്പം എന്തായാലും അമ്മാവന് തക്കളി മോളോട് പ്രത്യേക സ്നേഹമുണ്ട്. ഈ സമയത്ത് ബുദ്ധിപൂർവം അമ്മാവൻ്റെ ആ സ്വത്ത് നമുക്ക് എഴുതി മേടിച്ചാൽ കാര്യങ്ങളൊക്കെ ഗംഭീരമാവും. ഇപ്പം കർത്താവ് പോലെ എൻ്റെ കൂടെയാ, നീയും കൂടെ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. നിൽക്കുന്നുണ്ടല്ലോ. രണ്ട് കാര്യം പറയട്ടെ. എലി പുന്നെല്ല് തിന്നുമ്പം ഉള്ള മുഖം കണ്ടിട്ടുണ്ടോ? ഇതിപ്പൊ കണ്ണാടി എടുത്ത് വെച്ച് നോക്കിക്കോ, കറക്റ്റാ. കാര്യം പറയാ, മോന്തെ വിളിച്ചിറങ്ങിയിരുന്ന മനുഷ്യന് സമ്മാനം കിട്ടുമോ? അതിന് ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യമായിട്ട് സമ്മതിച്ചു തരാറുണ്ടോ? നീ പറയുന്ന ഏത് കാര്യം അംഗീകരിച്ചിരുന്നത്? ഓ, ഏത് കാര്യമാണ് ഇപ്പൊ അംഗീകരിച്ചിട്ടുള്ളത്? എന്താണ് ഈ പ്രശ്നം? നീ കാര്യം പറ. ജോലി ചെയ്ത് മനുഷ്യൻ തളർന്നു വന്നിരിക്കുന്ന നേരത്തെ ഈ മോന്തെ വിളിച്ചിറക്കരുത്. ഒരു നല്ല ചായ ഇട്ടരാതി ഇവിടെ ഓടി കുത്തിക്കരുത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവരെല്ലാരും കൂടെ സമ്മതിച്ചിട്ടല്ലേ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പൊ ഇവർക്കൊക്കെ എത്ര സൂക്കേടെന്താ? ക്ലീറ്റോ അങ്ങനെയൊക്കെ കാണിക്കും. അവന് സ്നേഹം ഉള്ളിലുണ്ട്, പക്ഷെ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കും. അത് നമ്മൾ കാര്യമാക്കണ്ട. ഞാനൊന്നും കാര്യമാക്കുന്നില്ല.
ഞാനൊന്നും പറയുന്നില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി നിങ്ങൾ കുടുംബക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലണ്ട. ആരും ഒന്നും പറഞ്ഞില്ല, തീർന്നില്ല. ആര് പറഞ്ഞെന്ന് പറയാം. ഇന്ന് രാവിലെ അമ്മാവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മാവൻ വന്നിട്ട് ഇവിടെ വന്നിരുന്നു. അപ്പൊ മോള് ചാടി മടിയിലോട്ട് കയറി. ഉടനെ കൊച്ചിനെ പിടിച്ചൊരു തള്ളു, മുണ്ടഴുക്കാവൂന്ന് പറഞ്ഞുകൊണ്ട്. അതും കേട്ടോണ്ടാ ഞാൻ അങ്ങോട്ട് ചെന്നത്. എന്നിട്ട് കൊച്ചു മുട്ടായി ഉണ്ടാന്ന് വെച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് നേരെ നാത്തുവിന്റെ വീട്ടിലോട്ട് വെച്ചടിച്ചു. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞോന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തക്കിളി വന്നേക്കുന്ന മിഠായി ആയിട്ട് അവക്ക് കൊണ്ടുപോയി മിഠായി കൊടുത്ത്. അപ്പൊ എന്നെ ഇവിടെ ഉള്ളത് കുഞ്ഞല്ലേ. കുറെ കഴിഞ്ഞപ്പോ ഇറങ്ങി പോണുണ്ട്. പോകുന്ന വഴിക്കാ മുറ്റത്ത് നിന്നിട്ട് എന്തോ പേനയാന്ന് തോന്നുന്നു, നല്ലുമോളുടെ കയ്യിലിരുന്ന പേന പിടിച്ച് വലിച്ച് മേടിച്ച് തക്കിളിക്ക് കൊടുത്തിട്ട് എന്തൊക്കെയോ പെറുപുറത്തോണ്ട് പോണുണ്ട്. ഇതൊക്കെ എന്റെ മുമ്പിൽ വെച്ചാ. ഞാനപ്പോ നേരെ നാത്തുവിന്റെ അടുത്തോട്ട് ചെന്നു. അപ്പൊ നാത്തുൻ പറയാ, അയ്യോ അങ്ങനെയൊന്നും അല്ല, അമ്മാവന് അങ്ങനെയല്ലല്ലോ, അമ്മാവന് സ്നേഹമാണല്ലോ. ക്ലീറ്റോ ചേട്ടനാണെങ്കിലേ ചെവിയിൽ ഒരു കുന്തവും വെച്ചോണ്ട് ഒന്നും കേൾക്കാത്ത പോലെ പാട്ടും കേട്ടോണ്ടിരിക്കുന്നു. അത് മാത്രല്ല ഏട്ടാ, ഞാൻ ചോദിച്ചതാ ചായ വേണമെന്ന്. വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് ചെന്നിട്ട് നാത്തുവിന്റെ അടുത്തുനിന്ന് ചായ മേടിച്ച് കുടിച്ചിട്ടാ പോയത്. ഇനി ഇങ്ങോട്ട് വരുമല്ലോ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. എന്റെ കൈ കൊണ്ട് ഞാൻ പച്ചവെള്ളം കൊടുക്കത്തില്ലേ. കാണിക്കുന്നല്ല. ആ അതാ പ്രശ്നം, ഇതുവരെ കാണിച്ചിട്ടില്ല. എന്താ കാര്യം അറിയാൻ ആ ഏട്ടൻ ചോദിക്കണ്ട, ഏട്ടൻ മനസ്സിൽ വെച്ചോണ്ടിരുന്നു. ചോദിക്കാതെ എന്തായാലും ചോദിക്കും. പിന്നെ അങ്ങനെ കാണിച്ചില്ലേ, കൊച്ചുങ്ങൾക്ക് വേദനയില്ലല്ലോ. പ്രത്യേകിച്ച് അമ്മാവനെ കണ്ടല്ലേ നമ്മൾ വളരുന്നത്. അപ്പൊ അമ്മാവൻ കുട്ടികളോട് അങ്ങനെ കാണിക്കാൻ പാടില്ല. പറ്റി ചോദിക്കും ഞാൻ എന്തായാലും. അത് മോശമല്ലേ കാണിക്കുന്നത്? ഒന്നും അറിയാത്ത കൊച്ചിനെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ പെരുമാറുന്നതിന്. അത് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ദേഷ്യം കാണിക്കണതിനാ. അപ്പൊ അതിനെന്തെങ്കിലും കാര്യം ഉണ്ടാവും. അതാ പറഞ്ഞ ചോദിക്കണോന്ന്. ചോദിക്കുമല്ലോ. ആ ചോദിക്കണം. അതിന് നീ ഇങ്ങനെ വന്നപ്പോ എന്റെ കാര്യം പറഞ്ഞാൽ മതി. ഞാനോട് എന്റെ തോളിക്കേണ്ട കാര്യമില്ല. അമ്മ പറഞ്ഞ ഞാൻ ചോദിക്കും. അത് എനിക്കറിയണ്ടേ അമ്മ എന്താ എന്റെ കൊച്ചിനടുത്ത് അങ്ങനെ കാണിക്കുന്നതെന്ന്. എല്ലാവരും പറഞ്ഞിട്ട് തന്നെ നമ്മൾ കൊച്ചിനെടുത്തത്. ആദ്യം അവനായിരുന്നു കുഴപ്പം, ഇപ്പൊ അമ്മാന് തുടങ്ങി. അത് നല്ലതല്ല. എനിക്കറിയാൻ പാടില്ല ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണാവോ. ഇവിടെ വരട്ടെ ഇങ്ങോട്ട്. ഇതിങ്ങനെ കുഞ്ഞുങ്ങളോട് രണ്ട് വിധത്തിൽ പെരുമാറുന്നത് നമ്മളറിയണ്ടോ? മുട്ടായി അവൾക്ക് മാത്രമേ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ലേ ഉള്ളു പറഞ്ഞപ്പോ. ഇതിനിപ്പോ എന്തെങ്കിലും പ്രശ്നം കൊച്ചിൻ്റെ അടുത്ത്, കൊച്ചു മടിയിരിക്കുമ്പോൾ കൊച്ചിനെ മാറ്റിയെടുത്തുക, അവൾക്ക് മുട്ടായി കൊടുക്കാതിരിക്കുക, അവൾക്ക് മാത്രം മുട്ടായി കൊടുക്കാതിരിക്കുക. എവിടെ ചായ ഇട്ടപ്പോൾ നിന്റെ ചായ എനിക്ക് വേണ്ടാന്ന് പറയുക, വീട്ടിൽ കയറാതെ പോവുക. ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തേ? ഇങ്ങോട്ട് വരട്ടെ, ചോദിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം. നിങ്ങൾ എന്താണ് എല്ലാവരും കൂടെ അമ്മാവിൻ്റെ അടുത്ത് ചോദിക്കാനിരിക്കുന്നത്? പിന്നെ അമ്മാവി കാണിച്ച മോശമല്ലേ? ഒരു മോശക്കേടുമല്ല. 10 തലയുള്ള രാവണൻ അന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും പുച്ഛമായിരുന്നു. ഇച്ചിരി വൈകിട്ടാണെങ്കിൽ ആ മനുഷ്യനത് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങളാരും ചോദിക്കാനൊന്നും ഇരിക്കണ്ട. വരട്ടെ അമ്മാവനെ വന്നിട്ട്. നീ എന്താ ഉദ്ദേശിച്ചത്? നീ എന്തായി പറയുന്നത്? ഞാൻ പറയണത് എന്താണ്? മലയാളം. അമ്മാവൻ ഇന്ന് വരെ ഇങ്ങനെ പെരുമാറിട്ടില്ല നമ്മളോട്. പ്രത്യേകിച്ച് എന്നോടോ അല്ലെങ്കിൽ ജമന്തിയോടോ അങ്ങനെ പെരുമാറിട്ടില്ല. ഇല്ല. ഇപ്പൊ ഒരു കൊച്ചു വന്നപ്പോ ആ കൊച്ചിനോട് സ്നേഹം കാണിക്കേണ്ട മനുഷ്യനല്ലേ ഇന്ന് ആ മനുഷ്യൻ എങ്ങനെ കാണിച്ചത്? വലിയ കാര്യമായിരുന്നു. അതാണ് ഓരോരുത്തർക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴല്ലേ അവർക്കത് തോന്നുള്ളൂ. ഇത് മനസ്സിലാക്കാൻ ഞാൻ പറയില്ലേ, ഇനിയിപ്പോ ഇരിക്കുന്ന ഓരോരുത്തർ ക്രമേണ മനസ്സിലാക്കി വരും. പക്ഷേ നീ പൊട്ടായി, ബുദ്ധിയില്ലല്ലോ. നീ ഏറ്റവും ഒടുവിലേ മനസ്സിലാക്കുള്ളൂ. അതിനുവേണ്ടി ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? അവളിപ്പോ എന്താ ചെയ്ത്? അത് അമ്മാവൻ വരട്ടെ. കൊച്ചു കേൾക്കും. അല്ല അവളെന്ത് ചെയ്തിട്ടേ? നിങ്ങൾ ആദ്യം ഇവിടെ എവിടെയെങ്കിലും വന്നിരുന്നേ മുട്ടുകാല് ഊരി. എനിക്ക് എൻ്റെ അമ്മാവനെ കണ്ട് അമ്മാവനെ ഒന്ന് കൈ കൊടുത്തിട്ട് വേണം എനിക്ക് ഇരിക്കാൻ. ഇല്ലാതെ എനിക്ക് ഇത് പറയില്ല. നല്ല പരിപാടി എന്നത്. അമ്മോ എല്ലാരും കൂടെ എന്നെ അങ്ങ് കൊല്ലാന്ന് എല്ലാരും കൂടെ ചോദിച്ചിട്ട് അമ്മ വാ 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 വരണം. മക്കളെവിടെ? മോളൂ, തക്കളിമോളെ നിന്നെ വിളിക്കുന്നടി അമ്മാവൻ. നല്ലുമോളൂ, എവിടെ നല്ലു കുട്ടി? എവിടെ അപ്പൂപ്പന്റെ? വാ വാ വാ. അപ്പൂപ്പന്റെ ചക്കര കുട്ടിക്ക് തക്കളി മോക്ക് നിക്കട്ടോ. നിക്ക്. ആ ഇത് നല്ല മോൾക്ക്, ഇത് തക്കളി കുട്ടിക്ക്. ഇത് നല്ല പൂവുള്ള ഉടുപ്പാട്ടാ. അപ്പൊ ഇവിടെ കുട്ടിയുടെ ഉമ്മനാടി. പോയി പഠിച്ചോളൂ. ഉടുപ്പിട്ട് നോക്ക് കേട്ടാ. ചെല്ലി
കുട്ടികൾ ഈ വീടിന്റെ ഒരു ഐശ്വര്യടാ. ആ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കണം. ദാ നല്ല ചിക്കൻ കറി കൊടുക്കുന്നുണ്ട്. മോളെ നടി ഈ ചിക്കൻ കറി കൊടുത്ത് എല്ലാവർക്കും ചോറ് വിളമ്പിയേക്ക്. അതിന് എന്റെ കൈ കൊണ്ട് വിളമ്പിയാ വല്ലതും തിന്നുവോ? ഒരു അടി തന്നെ വിളമ്പി. രാവിലെ ചായ ചോദിച്ചപ്പോ വേണ്ടായിരുന്നല്ലോ. എപ്പോ പോടുന്നു ചായ വേണമെങ്കിലല്ലേ കുടിക്കാം. ശരി ചെല്ലിട്ടാ ആടാ ഉപയോഗിക്കാം. നിങ്ങളൊരു മനുഷ്യനാണോ? ഒരു നിലപാടില്ലാത്തൊരു അവതാരം. ചുമ്മാ അല്ല നിങ്ങളെ ഓന്തേന്ന് വിളിക്കുന്നത് ആൾക്കാർ. നീ വന്നേ. എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? എന്താണ് ഈ കാട്ടി കൂട്ടുന്നതെന്ന്? രാവിലെ മുതൽ ഈ നിമിഷം വരെ എന്താണ് കാണിക്കുന്നത്? അല്ല രാവിലെ മുതലില്ല, വൈകുന്നേരം മാത്രം ഒരു 2 എണ്ണം കഴിച്ചു. അല്ല അത് കുഴപ്പമില്ല. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എന്താ നടക്കുന്നത്? നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഊണ് കഴിക്കണു, സന്തോഷിക്കണു, അങ്ങനെയൊക്കെ അല്ലേ. രാവിലെ എന്തായിരുന്നു കുഴപ്പം? കാര്യം പറ. ഒരു കുഴപ്പമില്ലോ. കൊച്ചൊന്നും തള്ളിക്കളഞ്ഞു, അവള് ചായ ഇട്ടാ കുടിക്കൂല, അപ്പുറത്ത് ചായ കുടിക്കൂല, വീട്ടിൽ കയറൂല. എന്താ കാര്യം? എന്താ പറയാ? അല്ല അത് ഇതുവരെ അങ്ങനെ അല്ലായിരുന്നില്ല മാവേ. കണക നമ്മളൊക്കെ മനുഷ്യരല്ലടാ. ചില സമയത്ത് നമ്മൾ ചില രീതിയിൽ പെരുമാറും, ചില സമയത്ത് എല്ലാം മനസ്സിലാവുമ്പോൾ വേറെ രീതിയിൽ പെരുമാറും. അങ്ങനെയല്ലേ നമ്മൾ. അതിനിപ്പോ എന്താ സംഭവിച്ചെന്ന് പറയൂ. അവരോടൊന്നും പറയില്ല എന്ന് പറ. അവൻ പറയാം, എൻ്റെ അടുത്തല്ലേ പറഞ്ഞു. നമ്മുടെ ബ്രോക്കർ നാണപ്പല്ലേ, അവൻ പറഞ്ഞു ഒരു 40 വയസ്സായ ഒരു കുട്ടിയുണ്ട്, കേസിട്ട് നമുക്ക് പോയൊക്കെ പറഞ്ഞു. അപ്പം എല്ലാ പ്രാവശ്യം പോയി നടക്കാറില്ലല്ലോ. അപ്പം കരുതി ഒരു ജോത്സ്യനെ കണ്ടിട്ട് നടക്കുമല്ലോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോയാൽ മതിയല്ലോ വെച്ചിട്ട് നമ്മുടെ ആ വീടിൻ്റെ വളവിലുള്ള പണിക്കരില്ലേ, അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞടാ, നിങ്ങളുടെ തറവാട്ടിലേക്ക് ഒരു പുതിയ അതിഥി വന്നിട്ടില്ലേ, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോണ്ടായി, കല്യാണം നടക്കില്ല. അപ്പൊ കുറെ നാളത്തൊരു ആഗ്രഹം പോയതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മനമാറ്റത്തിന് കാരണം? എടാ അവൾക്കൊരുത്തനായിട്ട് പ്രേമുണ്ടായിരുന്നടാ. ഇന്ന് വൈകുന്നേരം അവൾ അവന്റെ കൂടെ ഒളിച്ചോടി പോയിന്ന്. അപ്പൊ ഈ കൊച്ചു വന്നോണ്ട് അത് മുടങ്ങോണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ലേ. ഇത് കല്യാണം ഉറപ്പിച്ചിട്ടാ പന്നി പോയെങ്കിലോ. ഈ മൂത്ത് നിറച്ച് ഈ പരുവായില്ലേ അമ്മാവ. ഈ കൊച്ചുകാരനാണോ നേരത്തുള്ള കല്യാണമൊക്കെ മുടങ്ങിയത്? അതാ ഞാൻ ഈ കൊച്ചെന്ത് ദ്രോഹം ചെയ്തു? ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിട്ടേ അമ്മാവനാണെങ്കിൽ ചെവിക്ക് പിടിച്ചാൽ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്യോ? ഇല്ല. പെണ്ണ് കെട്ടേണ്ട ഓരോ വിധിയുണ്ട്, ആ സമയത്ത് നടക്കും. ശരിയത്. വാ. ദേ വാടാ. ഏയ്.